നമസ്കാരം, ഗുഡ് ഈവനിങ് അമേരിക്ക. ലോകത്തിന്റെ ഏത് കോണിലായാലും കഠിനാധ്വാനം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും വിജയക്കൊടി പാറിക്കുന്നവരാണ് ഇന്ത്യക്കാർ. എന്നാൽ ഇന്ന് ഇതേ ഇന്ത്യക്കാർ ലോക രാജ്യങ്ങളിൽ വലിയ രീതിയിലുള്ള വംശീയ വേട്ടയാടലിന് ഇരയാകുകയാണ്. അമേരിക്കയുടെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ പോലും ഇന്ത്യൻ വംശജർക്ക് നേരെയുള്ള വിദ്വേഷം ആളിപ്പടരുന്നു. FBI ഡയറക്ടർ കാഷ് പട്ടേൽ തന്റെ അനുയായികൾക്ക് ദീപാവലി ആശംസകൾ നേർന്നപ്പോൾ നേരിടേണ്ടി വന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അധിക്ഷേപങ്ങൾ. നിങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകൂ എന്നും ഇത് അമേരിക്കയാണ്, ഇവിടെ ഇത്തരം ആഘോഷങ്ങൾ വേണ്ട എന്നുമുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ ആക്രോശങ്ങൾ കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. നിക്കി ഹേലിയും വിവേക് രാമസ്വാമിയും അടക്കമുള്ള പ്രമുഖർ വരെ ഈ സൈബർ ലിഞ്ചിങ്ങിന് ഇരയായിരിക്കുന്നു. ഇതുകൊണ്ടും തീരുന്നില്ല. ഓസ്ട്രേലിയയുടെ തെരുവുകളിലും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുകയാണ്. കുടിയേറ്റ വിരുദ്ധ റാലികൾ എന്ന പേരിൽ ഇന്ത്യൻ വംശജരെ ലക്ഷ്യം വെച്ചുള്ള വംശീയ ആക്രമണങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു. തൊഴിൽ മേഖലയിലെ അരക്ഷിതാവസ്ഥയുടെയും രാഷ്ട്രീയ ലാഭങ്ങളുമൊക്കെ മുൻനിർത്തി ഒരു ജനതയാകെ അന്യവൽക്കരിക്കാൻ ഉള്ള ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ തന്നെ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. എന്തുകൊണ്ടാണ് ലോകം വീണ്ടും വംശീയതയുടെ ഇരുണ്ട കാലത്തേക്ക് വിരൽ ചൂണ്ടുന്നത്? വികസിത രാജ്യങ്ങളിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഇന്ന് എത്രത്തോളം ചോദ്യചിഹ്നമാണ്? നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. ലക്ഷ്യം ഇന്ത്യൻസ്. ഇന്നത്തെ എൻ്റെ അതിഥികൾ: സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റും ഫ്ലോറിഡ ലീ കൗണ്ടി റിപ്പബ്ലിക്കൻ പാർട്ടി കമ്മിറ്റി മെമ്പറുമായ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ, സംരംഭകനും ചലച്ചിത്ര നിർമ്മാതാവുമായ ടോം ജോർജ് കൊലത്ത് എന്നിവരാണ് സ്വാഗതം അതിഥികളിലേക്ക്. രാഹുൽ, കാണാനേ ഇല്ലല്ലോ. നമുക്കൊരു എവിടെയായിരുന്നു മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മുങ്ങിയല്ലേ? നമ്മൾ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ടല്ലോ, എന്താ, ഒരു ഫ്രണ്ട് ഇൻ നീഡ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എവിടെ പോയി? ഞാൻ പറയാറുണ്ട്, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഫിൻലാൻഡിൽ പോകുന്നുണ്ട്. ആ ഫിൻലാൻഡിൽ പോകുന്ന പോലെ ഒരു 16 ദിവസം ജയിലിലായിരുന്നു. അപ്പൊ ഒരു മെൻസ് കമ്മീഷൻ, പുരുഷാവകാശങ്ങൾ, ഞങ്ങൾ പക്ഷേ വിൻസെന്റ് സാറിനോടും ശ്രീ ടോമിനോടും ഒക്കെ അത് തന്നെ സംസാരിച്ചുകൊണ്ടും ഇരിക്കുകയായിരുന്നു. ഇപ്പം അടുത്തൊരു ഓപ്ഷൻ തന്നാൽ ഫിൻലാൻഡ് ആണോ അതോ പൂജപ്പുര ജയിലാണോ? ഏതാണ് ഫസ്റ്റ് പ്രിഫറൻസ്? കൂടുതൽ പൂജപ്പുര ജയിലാണ്. കാര്യം അവിടെ അനീതി അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലും ജസ്റ്റിസ്, ഫിൻലാൻഡിൽ പോകുന്ന ജോലിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ആത്യന്തികമായ ജോലി ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കുന്ന ചില കോസുകളുണ്ട്. അത് റൈറ്റ് ആകാം, ലെഫ്റ്റ് ആകാം, സെന്റർ ആകാം. ആ കോസുകൾക്കും കൂടി വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതാണല്ലോ. Man doesn't live by bread alone. ബ്രെഡ് വെച്ച് മാത്രമല്ലല്ലോ. ഫീൽ ചെയ്യുന്നുണ്ടോ? പിന്നെയും അടുത്ത ദിവസം കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയല്ലോ. സാന്റാക്ലോസും അതെ, കുറച്ച് അവിടെ പോകണം. കുറച്ച് ഗിഫ്റ്റ്സുമായിട്ട് ഞാൻ പോയിരുന്നു നമ്മുടെ ജയിലിലെ ആൾക്കാർക്ക്. കാര്യമേ, ഒരുപാട് പേർ തെറ്റ് ചെയ്ത് ഒരുപാട് പേര് അതിനകത്തുണ്ട്. റൈറ്റ്ലി സോ. തെറ്റ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. ഗ്രേ ഏരിയാസിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഞങ്ങളിപ്പം കുറച്ച് പേരുടെ കേസുകൾ ഏറ്റെടുക്കാൻ നോക്കുന്നുണ്ട്. അതായത് പലരും റോങ്ലി എന്താ പറയുക, കൺവിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഈ പോക്സോയ്ക്കൊക്കെ വ്യാജമായിട്ടുള്ള പോക്സോ കേസിൽ 20 വർഷമൊക്കെ കിട്ടിയ ചില യങ്സ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ കേസുകൾ നമ്മൾ ഏറ്റെടുത്ത് അവരെ കഴിയുന്നത്ര അവർക്കൊരു നീതി ലഭിക്കാൻ നോക്കുന്നുണ്ട്. നല്ല റെപ്രസെന്റേഷനോ ലീഗൽ റെപ്രസെന്റേഷനോ ഒന്നും കിട്ടാതാണ് പലരും അകത്ത് കിടക്കുന്നത്, ഈ പെൺവീട്ടുകാരെ കൊടുക്കാനൊക്കെ. അപ്പോൾ ഈ ജസ്റ്റിസ് ഷുഡ് ബി ദെയർ എവരിവെയർ. അതാണ് ഈ ജസ്റ്റിസ് നമ്മുടെ രാജ്യങ്ങൾക്ക് അപ്പുറം, അതായത് കടലുകൾക്കൊക്കെ അപ്പുറം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള വാർത്തകളൊക്കെ ജയിലിലിരുന്ന് കിട്ടുന്നുണ്ടായിരുന്നോ? അറിയുന്നുണ്ടായിരുന്നോ? അല്ല, ഇത് വേദനാജനകമാണ്. നമ്മുടെ ഈ ടോപ്പിക്കിന്റെ തന്നെ ഒരു കാര്യം അതാണ്. നമ്മൾ ഒരു രാജ്യത്തെയും അടച്ചാക്ഷേപിച്ച് മോശമായി പറയരുത്. ഇപ്പൊ പ്രത്യേകിച്ച് അമേരിക്കയാണെങ്കിലും വെസ്റ്റേൺ വേൾഡ് ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ചിന്തകരിൽ ഒരാളായ വിവേകാനന്ദന് ഈ രീതിയിൽ ഗ്ലോബൽ പ്ലാറ്റ്ഫോം കിട്ടുന്നത് അമേരിക്ക എന്നൊരു രാജ്യം കാരണമാണ്. നമ്മളുടേതടക്കം, അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഇന്ത്യൻസിനടക്കം ഒരുപാട് നമുക്ക് ക്രോസ് കൾച്ചറൽ, ക്രോസ് നേഷണൽ കോപ്പറേഷനൊക്കെ ഉണ്ടായിരുന്നു. ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മളൊരു ക്ലിനിക്കൽ പ്രിസിഷനോട് കൂടിയാണ് അതിനെ ചർച്ച ചെയ്യേണ്ടത്. ഒന്ന്, ആ രാജ്യങ്ങളെല്ലാം ഇടപെടുന്നതിൽ രാഹുലിന്റെ ഒരു പൊതുവായ രീതി ഉണ്ടല്ലോ, നമ്മൾ ഈ കൊല്ലുന്നതിന് മുന്നേ നല്ലൊരു മട്ടൻ ബിരിയാണി കൊടുക്കുന്നേ, അതുപോലെ ഒരാളെ വിമർശിക്കുന്നതിന് മുന്നേ ആ ആളിനെ ഒന്ന് ആദരപൂർവ്വം ഒന്ന് പൂവിട്ട് പൂജിച്ചിട്ട് അറ്റാക്ക് കൊടുക്കും. അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് ബാലൻസ്ഡ് പെർസ്പെക്റ്റീവ് വേണം. അതെ,
അപ്പം ഒരു ചോദ്യത്തിലേക്ക് നേരിട്ട് വരാം. ഈ ഇന്ത്യക്കാർക്കെതിരെ ഈ ആഗോളതലത്തിൽ വലിയ തോതിൽ ഇപ്പോൾ ഈ വിദ്വേഷം ഉയരുന്നു. അത് മാധ്യമങ്ങളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു, വാർത്തകൾ വരുന്നു. ഇന്ത്യക്കാർക്കെതിരെ ഈ വിദ്വേഷം അത് അവരുടെ കയ്യിലിരിപ്പാണോ അതോ അവരുടെ കഴിവ് ലോകത്ത് പ്രവചിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്ക് ഉയർന്നു പോയതിലുള്ള പല ആൾക്കാരുടെയും ചില അസൂയയാണോ? അല്ല, രണ്ട് കാര്യങ്ങളാണ് എല്ലാ ഫാക്ടേഴ്സിനും. ഒന്ന് അവിടേതായ സാമുദായികം, ഇപ്പൊ അമേരിക്കൻ കോണ്ടെക്സ്റ്റ് ആണെങ്കിൽ റേഷ്യൽ, അല്ലെങ്കിൽ യൂറോപ്യൻ കോണ്ടെക്സ്റ്റിൽ റേഷ്യൽ റീസൺസ് വരാം, സോഷ്യൽ ഇക്കണോമിക് ടെൻഷൻസ് വരാം. ഇപ്പൊ അയർലാൻഡിൽ വളരെ വ്യാപകമായി 2-3 വളരെ മോശകരമായ കേസ് റിപ്പോർട്ട് ചെയ്തു. ന്യൂസിലാൻഡിൽ ചെയ്തു. ന്യൂസിലാൻഡൊക്കെ പൊതുവെ വളരെ പീസ്ഫുൾ കമ്മ്യൂണിറ്റീസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ US-ൽ ചെയ്തു. നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോഴും അവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട്. അമേരിക്കൻ ഇന്ത്യൻസ് എന്നോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ വിളിക്കുന്ന അമേരിക്കയോടും ഇന്ത്യയോടും ഒക്കെ സ്നേഹവും ലോയൽറ്റിയും ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. നമ്മുടെ ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്ന രാജ്യങ്ങളാണ്. അവരുടെ മക്കളടക്കം അമേരിക്കക്കാരായിട്ടാണ് വളരുന്നത്. അപ്പോൾ ആ രാജ്യങ്ങളോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ആ രാജ്യങ്ങൾ മുഴുവൻ മോശമാണെന്ന് പറയാതെ തന്നെ നമ്മുടെ ആൾക്കാർക്കും അല്ലെങ്കിൽ അമേരിക്കൻ ഇന്ത്യൻസിനൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ കഴിയണം. അപ്പം ചിലതൊക്കെ സ്ട്രക്ചറൽ റേസിസമാണ്. ഓരോ രാജ്യത്തിൻ്റെയും കോണ്ടെക്സ്റ്റ് ഓരോന്നാണ്. ഇപ്പോൾ അയർലാൻഡിൽ വലിയ രീതിയിൽ പ്രശ്നമുണ്ടായി. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രത്യേകമുള്ള കാര്യം, യങ് ഗ്രൂപ്പ്സ് ആണ് പലപ്പോഴും അഗ്രസീവ് ആകുന്നത്. 20-21 വയസ്സുള്ള, 15-18 വയസ്സുള്ള ഈ ഗ്രൂപ്പുകൾ പലപ്പോഴും ഇന്ത്യൻസിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് റേഷ്യൽ പ്രോബ്ലംസ് ഉണ്ട്. അവരുടെ നാട്ടിൽ നിന്ന് അവർ സൈഡ് ലൈൻഡ് ആകുന്നു, അവരുടെ റിസോഴ്സസ് ഇല്ലാതാകുന്നു, തങ്ങൾ റീപ്ലേസ്ഡ് ആകുന്നു. അതായത് ഇതിൻ്റെ എല്ലാം കോറിലൊന്ന് ഫിയർ ഓഫ് റീപ്ലേസ്മെന്റ്. തങ്ങളുടെ നാട്ടിൽ നിന്ന് റീപ്ലേസ്ഡ് ആകുമോ എന്ന ചിന്ത. ഇനി രണ്ട്, നമ്മളത് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യണം. ഇത് തന്നെ നമ്മളിൽ ചിലർക്കും ഉണ്ട്. അങ്ങനെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ബംഗ്ലാദേശി അല്ലേടാ എന്ന് ചോദിച്ച് രാംനാരായൺ ഒരാളെ തല്ലിക്കൊന്നത്. അപ്പം നമ്മൾ എന്തോ വളരെ പെർഫെക്റ്റ് ജനതയും നമ്മൾ സ്ഥിരം ആക്രമിക്കപ്പെടുന്ന ഇരകളുമായിട്ടല്ല. എല്ലാ രാജ്യങ്ങളിലും പ്രശ്നമുണ്ട്. ആ രാജ്യങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. പ്രത്യേകിച്ച് അയർലാൻഡ് അല്ലെങ്കിൽ അമേരിക്കയിൽ ചിലപ്പോഴെങ്കിലും ശക്തമായ വംശീയമായ കാര്യങ്ങൾ, കാനഡ, ഇപ്പം ന്യൂസിലാൻഡിൽ ചില റിപ്പോർട്ടുകൾ വരുന്നു. വെസ്റ്റിൽ വരുന്ന ഇതിൻ്റെ ഒരു ബേസിക് കാര്യം, ഇതിൻ്റെ പെർപെട്രേറ്റേഴ്സ് ആരാ നോക്കിയാൽ പൊതുവേ വൈറ്റ് അല്ലെങ്കിൽ കൊക്കേഷ്യൻ എന്നൊക്കെ അവിടെ വിളിക്കുന്ന ഈ വൈറ്റ് വിഭാഗത്തിൽപ്പെടുന്നവരാണ്. അവർക്ക് വലിയൊരു തെറ്റിദ്ധാരണയുള്ളത് അവരെ ബാക്കിയുള്ളവർ കോൺഷ്യസ്ലി റീപ്ലേസ് ചെയ്യാൻ നോക്കുന്നു. അതുകൊണ്ട് ഇന്ത്യക്കാർ തിരിച്ചു പോകണം, ഇന്ത്യക്കാർ ഇവിടെ ജോലി ചെയ്യരുത് തുടങ്ങിയ ഒരുപാട് ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ജനതയും കൂടെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് വേണം. കാര്യം നമ്മുടെ ഒരുപാട് പേർക്ക് ജോലിയും ജീവിതവും ഒക്കെ നൽകിയ നാടുകളാണ്. ആ ജനതയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നമ്മൾ ഇന്ത്യക്കാർ പാലിൽ പഞ്ചസാര പോലെ അലിഞ്ഞു ചേരുന്നവരാണെന്നും അത് ആ നാടിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നും നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടി ആ നാടിന്റെ ദ ഹാൻഡ്സ് ദോസ് ബിൽറ്റ് അമേരിക്ക എന്ന് പറയുന്നതിൽ നമ്മുടെ നാടിന്റെ കോൺട്രിബ്യൂഷനും കൂടി ഉണ്ട് എന്ന പോസിറ്റീവ് തിരിച്ചറിവ് വേണം. നമ്മൾ ഒരിക്കലും കോൺഫ്രണ്ടേഷന് പോകരുത്. ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ പാത തിരിച്ച് നമ്മൾ അവരെ ആക്രമിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ തിരിച്ച് എന്താ പറയണേ, കോൺഫ്രണ്ടേഷൻ അല്ല, പകരം കൺസീലിയേഷൻ ആണ്. ഹെയ്റ്റിനെ നമുക്ക് ഹെയ്റ്റ് കൊണ്ട് തോപ്പിക്കാൻ പറ്റില്ല, റെസ്പെക്ട് ആൻഡ് ലവ് കൊണ്ടേ തോപ്പിക്കാൻ പറ്റൂ. നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ടേ ഡീൽ ചെയ്യാൻ പറ്റൂ. ആ ഒരു പോസിറ്റീവ് ചിന്തയിൽ ഈ രാജ്യങ്ങളോട് കുറച്ചുകൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതിലാണ് നമ്മൾ ഇന്ത്യക്കാർ ലോകത്തിന് മാതൃകയാകേണ്ടത്. രാഹുൽ തിരിച്ച് പോകുന്നതിന് മുന്നേ ഇനിയിപ്പം ഈ സ്ക്രീനിൽ ഇനി എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, തിരക്കല്ലേ. അപ്പം ജാമ്യം നിഷേധിക്കത്തൊന്നുമില്ലല്ലോ. അപ്പോൾ രാഹുൽ ഒരു ദിവസം എത്ര മണിക്കൂർ ജോലി ചെയ്യും? ഞാനൊരു 16 hours ഇൻക്ലൂഡിംഗ് സോഷ്യൽ 7 ദിവസവും ജോലി ചെയ്യും. സൺഡേകൾ ഫ്രീ ആയിരിക്കും, വീട്ടിനോടൊപ്പം ആയിരിക്കും. വർക്ക് അവേഴ്സ്, അതായത് ഓഫീസിലെ വർക്ക് 10 to 11 hours ആണ്. പിന്നെ ബാക്കി അപ്പം ഞാനൊരു 10-25 വർഷത്തിൽ കൂടുതലായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്ന ഒരാളാണ്. അമേരിക്കയ്ക്ക് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു 40 hours ജോലി, വീക്കെൻഡുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർ വരുമ്പോൾ ഈ നേരത്തെ ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കഠിനാധ്വാനികളാണ്. ഇപ്പോൾ ഈ രാഹുലിൻ്റെ കൂട്ട് 16 മണിക്കൂർ അല്ല അതിൽ കൂടുതൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ച് മലയാളികളുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ തൊട്ടപ്പുറത്തെ നെയ്ബറിനെക്കാട്ടിലും നമ്മുടെ വരുമാനം കൂടുന്നു, വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരം ഉയരുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഈ ചില മാറ്റങ്ങൾ, കാര്യം അപ്പുറത്തെ ഒരു ഇന്ത്യക്കാരൻ ഒരു ലെക്സസ് വാങ്ങിക്കുന്ന ഉടനെ ഒരു അമേരിക്കൻ വംശജനായിട്ടുള്ള ഇവിടെ തന്നെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ അതിലേക്ക് എത്താനായിട്ട് പറ്റുന്നില്ല. എന്നാൽ അവൻ്റെ ജീവിത ശൈലികളും രീതികളും മാറ്റാനും പറ്റുന്നില്ല. ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ടെന്ന്, നമ്മുടെ അധ്വാനം നമുക്ക് ഒരു ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടെന്ന് രാഹുലിന് തോന്നുന്നുണ്ടോ?
അധ്വാനമല്ല, നമ്മൾ അധ്വാനിച്ച് മുന്നേറുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പെർഫോമൻസ് ഉണ്ടാകാറില്ല, പക്ഷേ മിഡിൽ ഈസ്റ്റ് ആണെങ്കിലും വിദേശ രാജ്യങ്ങളിലും. അപ്പം നമുക്ക് എക്കണോമിക് പ്രോസ്പെറിറ്റി ഉണ്ടാകും. പ്രത്യേകിച്ച് അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ അവരുടെ തന്നെ ലാംഗ്വേജ് കടമെടുത്താൽ വൈറ്റ്സ് വിത്തൗട്ട് കോളേജ് ഡിഗ്രി അടക്കമുള്ളവർക്ക് ഒരു ഏലിയനേറ്റഡ് ഫീലിംഗും അവരുടെ നാട്ടിൽ തങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നലും ഒക്കെ ഉണ്ട്. അപ്പോൾ എലിമെന്റ് ഓഫ് ജലസി എന്ന വാക്യം ഉപയോഗിക്കുന്നില്ല, എലിമെന്റ് ഓഫ് കമ്പാരിസണും മറ്റും ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു പോകണം, ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കരുത്. ഇപ്പം നേരത്തെ ദീപാവലി അടക്കം ആഘോഷിച്ച ഒരുപാട് ആൾക്കാർ, ഇപ്പം കഷ് പട്ടേൽ അടക്കമുള്ളവർക്കെതിരെ അങ്ങനെ ഇത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ വൈറ്റ് ഹൗസിലടക്കം ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദേ ആർ ഷോയിങ് ഗുഡ് മോഡൽസ്. പക്ഷേ താഴെ തട്ടിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഇൻ്റഗ്രേഷൻ ആണ് സൊല്യൂഷൻ. കാര്യം ഇനി നമ്മൾ പോകുന്ന ഒരു ഗ്ലോബലൈസ്ഡ് സൊസൈറ്റിയിലേക്കാണ്. അപ്പം നേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മളിപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ നന്നായി പെർഫോം ചെയ്യും. നമ്മുടെ നാടല്ല മറ്റൊരു നാട്ടിലേക്ക് എത്തുകയാണ്, ആ നാട്ടുകാരനാകുകയാണ്. ഏറ്റവും നല്ല രീതിയിൽ നമുക്കതിൽ എക്സൽ ചെയ്യണം. അവിടെ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കുറവായിരിക്കും, കൊണ്ട് സമ്പത്ത് നേടണം, നമ്മുടെ മക്കളെ നന്നായി വളർത്തണം. പക്ഷേ അമേരിക്കക്കാർ പലപ്പോഴും അവരുടെ നാട്ടിൽ ഈ രീതിയിൽ അവിടുത്തെ നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഭാഗത്തു നിന്ന് ചിലപ്പോഴെങ്കിലും വരുന്നില്ല. ഇത് വിവേക് രാമസ്വാമിയൊക്കെ ഒരു പക്ഷേ ചെല്ലെങ്കിലും ഓർമ്മ കാണും. വിവേക് രാമസ്വാമി, ടോം ജോർജ് സാറിനും വിൻസെന്റ് ജിക്ക് ഓർമ്മ കാണും. വിവേക് രാമസ്വാമി രസകരമായ ഒരു ട്വീറ്റ് എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പോരായ്മ, അവരെന്തുകൊണ്ട് മെറിറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതായത് ഒരുപാട് കോൺട്രവേഴ്ഷ്യലായ ട്വീറ്റാണ്. നമ്മുടെ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസിന് ഒരുപാട് മെറിറ്റും എക്സലൻസും ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ആ സൊസൈറ്റിയുടെ ഇൻ്റഗ്രേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. കാര്യം ഇന്ത്യയിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ മുഴുവൻ പ്രശ്നമാണെന്നല്ല, ആ പ്രശ്നത്തെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളൊരു രാജ്യത്തെ സഹായിക്കുന്നത് പോലെ വെസ്റ്റ്, എസ്പെഷ്യലി ഫെർട്ടിലിറ്റി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വെസ്റ്റ്, ഫാമിലി സിസ്റ്റത്തിൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വെസ്റ്റിന് കുറച്ച് ഡെമോഗ്രാഫിക് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മൾ അഡ്രസ് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. രാഹുലിനെ പറ്റി നമ്മൾ ഒരാളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു രൂപമുണ്ടല്ലോ, നമ്മുടെ ബ്രെയിനിൽ രജിസ്റ്ററായി. രാഹുലിനെ പറ്റി ഇപ്പം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നത് 2 ഇന്ത്യൻ ഫ്ലാഗ് ഇടത്തും വലത്തും. അതുപോലെ തൊട്ടപ്പുറത്തിരിക്കുന്ന വിൻസെന്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ചിത്രം ഏതാണ്? ഇന്ത്യൻ പതാകയായിട്ട് ക്യാപിറ്റൽ ഹില്ലിലെ നേതാവിനെ നീതി നിഷേധിച്ചു എന്ന് പറഞ്ഞു പോയ വിൻസെൻ്റാണ്. വിൻസെൻ്റ് എന്തോ ഈ സംഭവിക്കുന്നത്? അങ്ങയുടെ നേതാവ് വൈറ്റ് ഹൗസിലേക്ക് കയറുന്നു, ഒന്നുകൂടെ ഇന്ത്യൻ പതാകയായിട്ട് അവിടെ പോകേണ്ടി വരുമോ? മധു, താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ. ഇതിനകത്ത് ഈ ഫ്ലാഗും ഇപ്പം രാഹുൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ യാഥാർത്ഥ്യമാണ്. അത് ജലസി തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ അടിയിലേക്ക്, അതിൻ്റെ ഒരു റൂട്ട് കോസ് അനാലിസിസിലേക്ക് പോകുമ്പോഴാണ് നമുക്കിതിന് സൊല്യൂഷൻ ഇതിന് സജസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കുറച്ചൊരു ഞാനൊരു നമ്മുടെ ഒരു സോഷ്യോ കൾച്ചറൽ റിലീജിയസ് ആംഗിളിലാണ് ഞാനിതിനെ ഹാൻഡിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം രാഹുൽ അതിനകത്തൊരു ഓപ്പൺ മൈൻഡോടുകൂടി അത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്. സോ ഐ എം ബേസിക്കലി ഇൻട്രസ്റ്റഡ് ഇൻ ദ റൂട്ട് കോസ് അനാലിസിസ് ഓഫ് ഇഷ്യൂസ്. സോ നമ്മുടെ ഈ കൾച്ചറിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം യുദയോ ക്രിസ്ത്യൻ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സംസ്കാരത്തിനെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഈ വെസ്റ്റേൺ സിസ്റ്റംസ്. അതായത് ഇന്ത്യക്കാർ ഈ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യുന്ന രാജ്യങ്ങൾ ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസിനെ ബേസ് ചെയ്തുണ്ടായിട്ടുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസിൻ്റെ നമ്മൾ നോക്കുമ്പോൾ എല്ലാം ഈ ജനറലായിട്ട് നമ്മൾ പറഞ്ഞു പോയാൽ എല്ലാം വളരെ നൈസായിട്ടും ഒക്കെ നമുക്ക് പറയാൻ പറ്റും. നമ്മളും അതാണ്, എല്ലാം സെയിം ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സെയിം അല്ല, വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഡിഫറൻസുകളുണ്ട് ഇന്ത്യൻ കൾച്ചറും ഈ ജുഡിയോ ക്രിസ്ത്യൻ കൾച്ചറും തമ്മിൽ. സോ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ജുഡിയോ ക്രിസ്ത്യൻ കൾച്ചറിൽ മോറൽ അബ്സല്യൂട്ടിസം അതാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ. ഓൺ ദി അതർ ഹാൻഡ്, ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്ച്വൽ മൊറാലിറ്റിയാണ് അതിൻ്റെ ഫണ്ടമെൻ്റൽ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ബ്രാഹ്മണന്മാർ, പൂണൂലിട്ട ബ്രാഹ്മണന്മാർ, എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കള്ള് കുടിക്കും, ചിക്കൻ അടിക്കും, എല്ലാം അടിക്കും. പക്ഷെ അവർ ഈ പൂണൂലഴിച്ച് മാറ്റി വെച്ചിട്ട് ദ ഡ്രിങ്ക് ആൻഡ് ദെൻ ദ ഈറ്റ് നോൺ വെജിറ്റേറിയൻ. അത് കഴിഞ്ഞാൽ പൂണൂലെടുത്ത് തിരിച്ചിടുന്നു. അവരുടെ ആ പാപം ഓൾറെഡി പോയി എന്നുള്ളതാണ്. പിന്നെ അപ്പം നമ്മളുടെ ഒരു മൊറാലിറ്റിക്ക് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ ഒരു ക്രിസ്ത്യൻ മൊറാലിറ്റി ഒരിക്കലും അങ്ങനെയല്ല. നീ പൂണൂലിട്ടാലും ഇട്ടില്ലെങ്കിലും നീ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് നീ ചെയ്തതെങ്കിൽ, ഞാൻ ചിക്കൻ അടിക്കേണ്ടെന്നല്ല പറയുന്നത്, കള്ള അടിക്കേണ്ടെന്നല്ല, പക്ഷെ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തതെങ്കിൽ അത് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, ചെയ്യാൻ പാടില്ല. അതുപോലെ ട്രൂത്ത് എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ജീസസ് ക്രൈസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഉത്തരങ്ങൾ അതെ എന്നും അല്ല എന്നും ആയിരിക്കട്ടെ. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇഫ് യു ഗോ ബാക്ക് ടു ദ ഹിന്ദു നമ്മുടെ എപ്പിക്സിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ കോണ്ടെക്സ്റ്റുവലായിട്ടാണ് നമ്മൾ അതിനെ കണ്ടുള്ളത്. ഇപ്പം ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആള് ഇപ്പോൾ വളരെ വലിയ ഫിലോസഫിയൊക്കെ നമുക്ക് തന്നിട്ടുള്ള ആളാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളി തന്നെയാണ് സൂത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്, വാർ ചെയ്യിക്കാനായിട്ടുള്ള സൂത്രങ്ങൾ. ഇപ്പൊ ബ്രാഹ്മണനെ ആളെ കൊല്ലാൻ പാടില്ല, പക്ഷെ ക്ഷത്രിയന് കൊല്ലാം. സോ വാട്ട് ഈസ് റൈറ്റ്? സോ സാന്ദർഭികമായിട്ടുള്ള കോണ്ടെക്സ്ച്വൽ മൊറാലിറ്റിയാണ് ഇന്ത്യയിലെ മൊറാലിറ്റി. അല്ലെങ്കിൽ അത് ചീത്തയാന്നല്ല നമ്മൾ പറയുന്നത്, അതായത് ധർമ്മമാണ് ഇന്ത്യയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, സത്യമല്ല.
നമ്മൾ ചെയ്യേണ്ടത് എന്താണോ, ഓരോ സമയത്തും ചെയ്യേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ ഇപ്പൊ ജോലിയുടെ കാര്യം പറഞ്ഞു. ഇപ്പോ നമ്മളിവിടെ വരുന്നു, നമ്മൾ ഫെയർ ആയിട്ടാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ, നമ്മൾ അമേരിക്കൻസിനോടും നമ്മൾ ആ ഒരു പൈസ ഉണ്ടാക്കുന്ന കാര്യങ്ങളും എല്ലാം വരുമ്പോൾ അമേരിക്കൻസിനോടുള്ള കമ്പാരിസണിൽ നമ്മൾ അൺഫെയർ ആയിട്ട് നമ്മൾ അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമ്പോഴാണ് അവർക്ക് പ്രശ്നം തോന്നുന്നത്. ഫോർ എക്സാമ്പിൾ, കൾച്ചറലി സ്പീക്കിംഗ്, ഇവിടുത്തെ കുട്ടികൾ, ഇവിടെ ജനിച്ചു വളരുന്ന കുട്ടികൾ മോർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരുന്നവരാണ്. അവർ കോളേജിൽ പോകുമ്പോൾ അവർ ലോൺ എടുത്ത് പഠിക്കുന്നവരാണ്. അവരുടെ പാരൻസിന്റെ മണി മിക്കവാറും അവരുടെ പാരൻസിന് വേണ്ടി പാരൻസ് ഉണ്ടാക്കുന്ന മണിയാണ്. ഓൺ ദ അതർ ഹാൻഡ്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ഈ പാരൻസിന് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പിള്ളേർ യാതൊരു രീതിയിലും ബുദ്ധിമുട്ടില്ലാതെ വളരുന്നു, എക്സ്ട്രാ പ്രോഗ്രാംസിന് പോകുന്നു. സോ ഇറ്റ് തിങ്സ് ബിക്കം അൺഫെയർ ബിക്കോസ് ഓഫ് ദ കൾച്ചറൽ ഡിഫറൻസ്. ഇതിനകത്തൊന്നും ശരി ഒന്നും തെറ്റുമല്ല. ഇപ്പം ഇപ്പം ഇന്ത്യയിലേക്കാണ് അമേരിക്കക്കാർ കൂടുതൽ വരുന്നതെങ്കിൽ അമേരിക്കക്കാർ ഇന്ത്യൻ കൾച്ചർ അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ദ സെയിം വേ ഇന്ത്യക്കാരാണ് പുറത്തേക്ക് പോകുന്നത്, ഇന്ത്യക്കാരാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാര് ഈ അമേരിക്കൻ കൾച്ചറുകൾ, അമേരിക്കൻ അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ, ജുഡിയോ ക്രിസ്ത്യൻ വാല്യൂസിൽ ബേസ്ഡ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വെസ്റ്റേൺ കൾച്ചർ അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഒരാളോട് സംസാരിക്കുമായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ പുള്ളി ഒരു കാര്യം പറഞ്ഞു എന്നോട്, ഒരു തമാശയായിട്ട് പറഞ്ഞതാണ്, ഓസിൽ കിട്ടിയാൽ ആസിഡ് മടിക്കും എന്നുള്ള നമ്മുടെ ഫിലോസഫി മാറ്റണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇവിടുത്തെ വെൽഫെയറിന് പോകുന്നത് ഒരു അമേരിക്കക്കാരൻ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. ഓൺ ദി അതർ ഹാൻഡ്, ഇന്ത്യക്കാരൻ, നല്ല ഇൻകം ഉള്ള ഇന്ത്യക്കാരനും എവിടെയെങ്കിലും ഒരു ഇൻകം സോഴ്സ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് നുണ പറയാനും നമുക്ക് മടിയില്ല. ഓസിന് കിട്ടിയാൽ ആസിഡ് മടിയും. അതാണ് പുള്ളി ഇന്നോട് പറഞ്ഞ വാചകം. ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എക്സ്ട്രീംലി സെൽഫിഷ് ആണ്. നമുക്ക് എന്താ ഇങ്ങോട്ട് കിട്ടാനുള്ളത്? ഇപ്പൊ ഞാനൊരു Airbnb നടത്തുന്നുണ്ട് വാഷിംഗ്ടൺ DC യിൽ. എന്റെ സ്വന്തം വീട് ഞാൻ Airbnb ആയിട്ട് നടത്തുവാണ്. ഒരു ഇന്ത്യൻ ഗസ്റ്റ് ആ വീട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അവരുടെ ഡിമാൻഡുകൾ സോ ഹൈ ആണ്. ഞാനിതിനെ ഏഷ്യൻ ആക്രാന്തം എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻസ് മാത്രമല്ല, ഏഷ്യൻസ് ഇൻ ജനറൽ ഏഷ്യൻ ആക്രാന്തം എന്ന് ഞാൻ എന്നെ വിളിക്കുന്നത്. അത് ഓൺ ദ അതർ ഹാൻഡ്, ഒരു വൈറ്റ് അമേരിക്കൻ ഫാമിലി ആ വീട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ കംഫർട്ടാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. എക്സെപ്ഷൻസ് ഇല്ല എന്നല്ല, പക്ഷെ ആ എക്സെപ്ഷൻസിന്റെ പെർസെൻറ്റേജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വളരെ ഹൈ ആണ്. ഞാൻ ബ്രൗൺ ആയിട്ടുള്ള ഒരു ഇന്ത്യക്കാരനെ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് നമുക്ക് എല്ലാം നമുക്ക് വേണം, ഫസ്റ്റ് അസ്, നോട്ട് തിങ്കിങ് അബൌട്ട് ദി അതർ സൈഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാംസ്കാരികമായിട്ടും കൾച്ചറലായിട്ടും ഉള്ളൊരു പ്രശ്നം, ഒരു റൂട്ട് കോസ് പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് കാണാത്തൊരു പ്രശ്നം. നമ്മൾ ഹാർഡ് വർക്ക്, ഇപ്പം ആന്ധ്രക്കാര്, ഞാനിപ്പോൾ H1 ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. എനിക്കറിയാം, നമ്മളൊരു കോൺട്രാക്ട് നമ്മൾ 8 മണിക്കൂർ സൈൻ ചെയ്യാൻ, ജോലി ചെയ്യാൻ റെഡി ആയിട്ട് ഒരു ആന്ധ്രക്കാരൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ നമ്മൾ സൈനപ്പ് ചെയ്യുമ്പോൾ അവൻ ആ 8 മണിക്കൂർ നമ്മുടെ പ്രൊജക്റ്റിൽ ജോലി ചെയ്ത ശേഷം വേറെ ജോലി ചെയ്യാൻ പാടില്ലാത്ത ഒരാളാണ്. പക്ഷെ അവൻ എന്താ ചെയ്യുന്നത്? അതുപോലെ വേറെ 2 ജോലിയും കൂടി എടുക്കും, 3 ജോലി. Because he is ready to work 24 hours. He is ready to cheat the system and he becomes rich. അപ്പോൾ ഇന്ത്യക്കാരൻ പണം ഉണ്ടാക്കുമ്പോൾ ജലസി ഉണ്ടാവുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അതിന്റെ റൂട്ട് കോസ് ഇവിടെ അമേരിക്കക്കാരന് പോലും അറിയില്ല എന്താണ്. ടോമിന്റെ കൾച്ചർ വെസ്റ്റേൺ കൾച്ചർ. ഞാൻ കേട്ടു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു എന്ന്. എന്തൊക്കെയായിരുന്നു? മത്തി വറുത്തതും മോരുകറിയൊക്കെ ആയിരുന്നോ അതോ അമേരിക്കൻ ഫുഡായിരുന്നോ? ആ ലോഗോയിൽ ഒരു ഡിന്നറിന് കഴിഞ്ഞ ആഴ്ചയിൽ വീക്കെൻഡില് പങ്കെടുക്കാൻ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായ ട്രംപ് ലോകത്തിൽ മുഴുവനും പോയി വാറ സൃഷ്ടിക്കുന്ന വ്യക്തി, ബുള്ളിയാണെന്നാണ്. പക്ഷെ അദ്ദേഹം വളരെയധികം കണ്ടെത്തും. വേൾഡ് പീസ് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇപ്പം മധുജി ചോദിച്ചിരുന്നു എത്ര മണിക്കൂർ താങ്കൾ ഉറങ്ങുമെന്ന് രാഹുൽജിയോട്. അതിനു മുന്നേ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യമുണ്ട്. എൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോം ഇന്ത്യയുടെ ദേശീയ പുരസ്കാരം നേടിയ ഒരു വ്യക്തിയാണ് രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന്, അല്ലേ? ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ളതാണ് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ. അപ്പം അതുമാത്രമല്ല, അങ്ങയുടെ ഹൃദയം എന്ന് പറയുന്നത് മെയ്ഡ് ഇൻ മൈലപ്ര, പത്തനംതിട്ടയ്ക്കടുത്ത്. പക്ഷേ തുടിക്കുന്നത് അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ്റെ എല്ലാ വികാരവും രാജ്യത്തിനോടുള്ള എല്ലാ ആദരവും ടോമിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് പോലെ ഒരാളെയും അദ്ദേഹത്തിൻ്റെ ചുറ്റിനുമുള്ള ടീമിനെയും നേരിട്ട് കാണാൻ സാധിച്ചപ്പോൾ ഈ വിഷയം അങ്ങ് ഉയർത്തിയിരുന്നു അവിടെ. അങ്ങനെ പർട്ടിക്കുലർലി വേൾഡ് പീസ് എന്നുള്ള ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അദ്ദേഹമായിട്ട് ഒരു ഇന്ററാക്ഷൻ സെഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരിക്കലും ട്രംപ് എന്ന ഒരേ ഒരു വേൾഡ് ലീഡറിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ നമ്മളൊരു ആപ്പിള് കേട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആപ്പിൾ മുഴുവൻ കളയാറില്ല, ചെത്തി അത് വിച്ച് ഏരിയ ഈസ് ബാഡ് എന്ന് നോക്കിയിട്ട് ആ ഭാഗം മാത്രം ചെത്തി കളയുന്നത് പോലെ നമ്മൾ ഇതിന്റെ കോസ് ആണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നമ്മളിപ്പോ കാണുന്ന വേൾഡ് വൈഡ് അട്രോസിറ്റി എന്ന് പറയുമ്പോൾ when you are in Rome, be like a Romans എന്നതുപോലെ നമ്മളത് മനസ്സിലാക്കാതെ ഇന്ത്യയിലുള്ള കൾച്ചർ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പാർക്കുകളും അതുപോലെ തന്നെ റിവേഴ്സും എൻവയോൺമെന്റൽ ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ
അത് ഇവർ നോക്കി. അതൊക്കെയാണ് പ്രത്യേകിച്ച് ഈ റോട്ടിലൊക്കെ ഇറങ്ങി തേക്കുന്നതും അതുപോലെ തന്നെ ആ തേങ്ങ എടുത്ത് കടിക്കുന്നതും ലുങ്കിയൊക്കെ കൊടുത്ത് ഇങ്ങനെയുള്ള പബ്ലിക് സ്ഥലങ്ങളിൽ തിയേറ്ററുകളിലും മറ്റും അതുപോലെ തന്നെ ഉള്ളതായ കൾച്ചറൽ ഇഷ്യൂസ് ഇങ്ങനെ പലതരത്തിലുള്ള പൂജാസ് ഒക്കെ റോഡ് സൈഡ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പൊ നമ്മൾ പല രാജ്യങ്ങളിലും അയർലൻഡിലും ഓസ്ട്രേലിയയിലും എല്ലാം നമുക്ക് കാണുന്നത്. സോ എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് മൈ ഫെലോ മലയാളീസ് ആൻഡ് ഓൾ ദീസ് നോർത്ത് ഇന്ത്യൻസ് ഓൾസോ ഐ ഓൾവേസ് ടെൽ ദം ദാറ്റ് കീപ് ദാറ്റ് ഇൻ ഹൗസ്. നിങ്ങളുടെ സെലിബ്രേഷൻസ് ആർ ഫൈൻ. ഞങ്ങൾ അതും ഇതുപോലുള്ള ഇന്ത്യയുടെ പരേഡ്സും മറ്റും നടത്തുമെങ്കിലും അതിന്റെ എൻഡ് നമ്മളത് ക്ലിയർ ആയി ചെയ്തിട്ട് ആ ഹോൾ കമ്മിറ്റി വിട്ട് അത് ക്ലിയർ ചെയ്യിപ്പിക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വേൾഡ് പീസിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് ഇഷ്യൂസ് ആണ് ഞാൻ കാണുന്നത്. ഇവിടെ മെജോറിറ്റി നൈജീരിയയിലൊക്കെ ഇന്നലെ തന്നെ 25 ഐസിസിന്റെ പ്രവർത്തകരെയാണ് ട്രംപ് ബോംബിട്ട് കൊന്നത്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിംസ് ഇങ്ങനെ ഒരു അട്രോസിറ്റിയിലേക്ക് വരുന്നത്? ക്രിസ്ത്യൻസിനെതിരായിട്ടാണല്ലോ ഇന്നത്തെ ടോപ്പിക്. അതിന്റെ ഈ മുസ്ലിംസ് എന്ന് പറയുന്ന നല്ല മനുഷ്യരാണ്. അവർ ദേ ആർ ഗുഡ് പീപ്പിൾ. അവരിൽ എന്താന്ന് ചോദിച്ചാൽ അവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ള സംഭവമാണ് ഒന്ന് റിവൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഞാൻ ക്രിസ്ത്യാനിയെ ജനിച്ചതുകൊണ്ട് ഞാൻ ക്രിസ്ത്യൻ ഫെയ്ത്തിൽ വളർന്നു. അതുപോലെ രാഹുൽ ഈശ്വല് ഹിന്ദു ആയതുകൊണ്ടായിട്ട് വളർന്നു. അത് നമ്മുടെ കുറ്റമല്ല. അപ്പൊ അതിനകത്ത് ക്രിസ്ത്യാനിറ്റിയില് ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ്. ഇപ്പൊ ഓൾഡ് ടെസ്റ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ടോമെ ഞാനൊന്ന് ഇടപെടുക. പെട്ടെന്നൊന്ന് ഞാൻ വിൻസെന്റിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. വിൻസെന്റ്, ഇപ്പം ഈ ടോം പറഞ്ഞതുപോലെ നമ്മൾ ഇന്ത്യക്കാർ പ്രത്യേകിച്ച് എയർപോർട്ടിൽ ചെല്ലുമ്പോൾ 35% പാസഞ്ചേഴ്സ് വീൽ ചെയർ ഉപയോഗിക്കുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നു. അതുമാത്രമല്ല, ടോം സൂചിപ്പിച്ചതുപോലെ തെരുവുകളിൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു. ഇതൊന്നും അമേരിക്കൻ അല്ലെങ്കിൽ പാശ്ചാത്യ സംസ്കാരം കണ്ടിട്ടില്ലാത്തതാണ്. നമ്മുടെ ഒരു സിവിക് സെൻസ് കുറഞ്ഞു വരുന്നുണ്ടോ ഇന്ത്യക്കാർ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ? അല്ല, ഈ സിവിക് സെൻസ് കുറയുന്നു എന്നുള്ളതിനേക്കാളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നതാണ് ഈ പ്രശ്നം. ഇപ്പൊ നമ്മൾ ഈ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാത്തവരും കാലിന് വേദന പോലും ഇല്ലാത്തവരും എന്റെ വീട്ടിലൊക്കെ ഉള്ള ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഐ നോ ദിസ് ഈസ് ഹാപ്പനിങ്. എന്റെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇവരെ പ്രകോപിപ്പിക്കുന്നുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഒരു മറ്റ് യാത്രക്കാരെ ആര്? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വാഷിംഗ്ടൺ ഞാൻ വന്നിറങ്ങിയപ്പം, ഇന്ത്യയിൽ നിന്ന് വന്നിറങ്ങിയപ്പം കഴിഞ്ഞ വർഷം I was so frustrated. ഈ വീൽ ചെയർ അങ്ങോട്ട് കയറിയിട്ട് ഈ എയർപോർട്ടിൽ നിന്നും ടെർമിനലിൽ നിന്നും നമ്മുടെ പ്ലെയിനിൽ നിന്നും ടെർമിനലിലേക്ക് വരാനുള്ള വണ്ടിക്കകത്ത് നിറച്ചും ഈ വീൽ ചെയർ ആണ്. അപ്പം വിൻസെന്റ്, ഞാനൊന്ന് ഇടപെടുക. ഞാൻ ചോദിക്കുന്നത്, കുറച്ച് ആൾക്കാർ കരുതിക്കൂട്ടി ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മണ്ടത്തരം കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് ബാക്കിയുള്ള ലോ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ബാധ്യതയായിട്ട് മാറുന്നു. അങ്ങനെയാണല്ലോ. അതിനകത്തും മധു എനിക്കൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. നമ്മുടെ ഫിലോസോഫിക്കലി ദർ ഇസ് എ പ്രോബ്ലം. ബിക്കോസ് ഈ ഇൻഡിവിജ്വലിസം വേഴ്സസ് ഗ്രൂപ്പ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പൊ ഒരു വെസ്റ്റേൺ കൾച്ചർ ഈസ് ഇൻഡിവിജ്വലിസ്റ്റിക് തിങ്കിങ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ കറപ്ഷൻ ചെയ്യുന്നത് ടോം കണ്ടാലും രാഹുൽ കണ്ടാലും അവർ കറപ്റ്റ് ആവാൻ, അവരുടെ പ്രിൻസിപ്പിൾ അനുസരിച്ച് അവർ കറപ്റ്റ് ആവാൻ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ കറപ്റ്റ് ആവുള്ളൂ. ഞാൻ സമയപരിധി കൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് ടോമിലേക്ക് പോകാം. ടോമ, ഇപ്പം നമ്മുടെ JD വാൻസിൻ്റെ ഭാര്യ ഉഷ വാൻസ് പോലും അടുത്ത കാലത്ത് ഒരു വംശീയപരമായിട്ടുള്ള പരാമർശങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ JD വാൻസ് ചുട്ട മറുപടിയും കൊടുത്തു. പ്രത്യേകിച്ച് JD വാൻസിൻ്റെ മക്കൾക്ക് ഇന്ത്യൻ പേരുകൾ നൽകിയതിനെ പറ്റിയൊക്കെയാണ്. അത് ഒരു അമേരിക്കയിൽ ഒരു മാറുന്ന ഒരു കാഴ്ചപ്പാടാണെന്ന്. പ്രത്യേകിച്ച് അമേരിക്കയിലെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളുടെ ഭാര്യയെയാണ് വംശീയമായി അധിക്ഷേപിക്കുന്ന ഒരു നിലയിലേക്ക് വരുന്നത്. പെട്ടെന്ന് അതൊരു പ്രൊപ്രൈറ്ററി ഇൻഫർമേഷൻ ആണല്ലോ. ഒരു വ്യക്തിപരമായിട്ട് അവര് ഇങ്ങനെ പബ്ലിക്കിൽ കൊണ്ടുവരുന്നത് ഒരു പൊളിറ്റിക്കൽ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ തന്നെ നോക്ക്, ഇപ്പം വിവേക് രാമസ്വാമി അദ്ദേഹം എപ്പോഴും പറയുന്ന ഹിന്ദു ബട്ട് ഐ ഓൾവേസ് ഫോളോ ദ ജുഡിയൻ ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്നാണ് പറയുന്നത്. സോ ആ ഒരു ഹിന്ദു എന്നുള്ളൊരു ടോപ്പിക് അദ്ദേഹം മാറ്റുകയാണെങ്കിൽ അദ്ദേഹം ഈസി ആയിട്ട് ജയിച്ച് പ്രസിഡന്റ് ആവാൻ പറ്റും എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിലേക്ക് തന്നെ ഒന്ന് തിരിച്ചു വന്നോട്ടെ. അതുപോലെ ക്രിസ്ത്യാനിറ്റിക്ക് ന്യൂ ടെസ്റ്റ്മെന്റ് ആൻഡ് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉള്ളതുപോലെ അതുപോലെ തന്നെ ഈ മറ്റേ യഹൂദന്മാർക്ക് അതുപോലെ തന്നെ തൗറായും അതുപോലെ തന്നെ ടലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ബുക്കുകളുണ്ട് എന്നതുപോലെ ഈ ഇസ്ലാം അവരുടെ ലീഡേഴ്സും അവരുടെ ഇമാംസും എല്ലാം ചേർന്നിട്ട് ഒരു റീഫോംഡ് വേർഷൻ ഓഫ് ഖുറാൻ വരികയാണെങ്കിൽ definitely that can reach peace to this world. Otherwise this is not going to change at all. And not only more than one more point. കേരളത്തിലും ഇന്ത്യയിലും മറ്റൊക്കെ ക്രിസ്മസിനെ തടയുക എന്ന് പറയുന്നത് അതും ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ചുകൊണ്ടാണ്
So I think that is very hurtful. മനസ്സിലായി. Christmas പോലുള്ള celebration. മനസ്സിലായി. മധു ഇപ്പം നമ്മുടെ സമയപരിമിതി പറഞ്ഞതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഈ ഒരു ഇഗ്നോറൻസ് ഒരു ഫാക്ടറാണ്. ഇപ്പം അമേരിക്കയിൽ ഇതിനെതിരെ റിയാക്ട് ചെയ്യുന്ന ഈ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ സെന്റിമെന്റ് ഉള്ള ആൾക്കാർക്കും ഈ കാര്യങ്ങളുടെ റൂട്ട് കോസിലേക്കൊന്നും പോകാനുള്ള ക്ഷമയോ ബുദ്ധിയോ ഇല്ല. നമ്മുടെ വിഷയം അല്പം മാറിപ്പോന്നു. അപ്പൊ ഞാനൊന്ന് പെട്ടെന്ന് സമയപരിമിതി മൂലം രാഹുലിലേക്കൊന്ന് വരിക. രാഹുൽ, ഇപ്പം അന്യായമായ അല്ലെങ്കിൽ ഒരു വംശീയ അധിക്ഷേപം കാണുന്നു. അപ്പം അങ്ങനെ അന്യായമായ എന്ത് കണ്ടാലും ആദ്യം ചാടിയിറങ്ങുന്ന ഒരാളായിട്ട് രാഹുൽ ഈശ്വർ കേരളത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് വിസയുണ്ടോ? ഒരത്യാവശ്യം വന്നാൽ വരുമോ? അമേരിക്കയിലുണ്ട്. അമേരിക്കയിൽ ഇപ്പോഴും കഴിഞ്ഞ ഒരു 10 years 20 years ആയിട്ട് വിസയുണ്ട്. അപ്പൊ ഒറ്റ കാര്യം കൂടെ, ജയിൽ പോലല്ല ഇവിടെ പിടിച്ചിട്ടാ പിന്നെ ഒന്നും നടക്കുന്നു. അവിടെ നമുക്ക് ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റം ലോകത്ത് എവിടെയാണെങ്കിലും നന്നാകണം. 2, ഹേറ്റ് ക്രൈംസ് അഗൈൻസ്റ്റ് ഇന്ത്യൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ ഇല്ലെന്നും പറയരുത്. ഹേറ്റ് ക്രൈംസ് അഗൈൻസ്റ്റ് വേരിയസ് എത്നിസിറ്റീസും നാഷണാലിറ്റീസും ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളൊരു കൺസെൻസസ്, ഈ മെൽറ്റിംഗ് പോട്ട് എന്ന് ചിലർ പറയാറുണ്ട്, നമ്മൾ പ്ലൂറലിസം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ എല്ലാ രാജ്യങ്ങളും കൊടുക്കൽ വാങ്ങലിലൂടെയാണ് സമ്പന്നമാകുന്നത്. ആ രീതിയിൽ US-നോട്, പ്രത്യേകിച്ച് വെസ്റ്റേൺ നേഷൻസിനോട് ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹോളി ഇസ്ലാമിക് തിയോളജിയിലാണെങ്കിലും ഇന്റഗ്രേഷൻ്റെ പോസിബിലിറ്റി, അതായത് യേശുക്രിസ്തുവിനെ എന്താ പറയുക പ്രവാചകനായി ഏറ്റവും കാര്യമായി കാണുന്ന പരിശുദ്ധ ഖുറാനിലാണ് മദർ മേരിയെ കുറിച്ച് ഒരു ചാപ്റ്റർ ഉണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവാചകൻ മുഹമ്മദിനെ കുറിച്ച് രാഹുലിന്റെ വീട്ടിൽ കയറി വരുമ്പോൾ തന്നെ ഒരു വലിയൊരു യേശു ക്രിസ്തു ഉണ്ട് അല്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ യേശു ക്രിസ്തു രാഹുലിന്റെ വീട്ടിലാണ്. അപ്പൊ രാഹുൽ വിൻസെന്റ് ടോം, നന്ദി. നമുക്കിത് നമുക്ക് റാപ്പ് ചെയ്യണം. പെട്ടെന്ന് ആഡ് ചെയ്യും. 10 seconds. ഏറ്റവും നല്ല ക്രിസ്തുമാർഗി നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച ഹിന്ദുവായ ഒരു മഹാത്മാഗാന്ധി ആയിരുന്നു. യേശു ക്രിസ്തുവിനോട് മാർട്ടിൻ ലൂതർ കിങ് കമ്പയർ ചെയ്ത് നമ്മുടെ ഒരു ഇന്ത്യക്കാരനായ മഹാത്മാഗാന്ധിയെ കൂടി താങ്ക് യു ഈശ്വർ, താങ്ക് യു വിൻസെന്റ്, താങ്ക് യു ടോം. രാഷ്ട്രീയ വശത്തിലേക്ക് സോഷ്യലിസം നമ്മളിനി അടുത്തടിക്ക് കാണുന്നതായിരിക്കും. താങ്ക് യു, എല്ലാവർക്കും നന്ദി. അന്യനാട്ടിൽ പണിയെടുക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായേ മതിയാകൂ. വംശീയതയുടെ വിഷം വമിക്കുന്ന ഇത്തരം സൈബർ ആക്രമണങ്ങളെയും തെരുവ് യുദ്ധങ്ങളെയും ലോകം ഒറ്റക്കെട്ടായി തള്ളിക്കളയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രവാസിക്കൊപ്പം ഇന്ത്യ എന്ന രാജ്യം നിലകൊള്ളേണ്ട സമയമാണിത്.